Good morning, students. Welcome to today's class. Today we are discussing about design of FIR filter by frequency sampling method. Okay. So നമ്മൾ window method കഴിഞ്ഞു. Then next മൂന്ന് windows നെ കുറിച്ചൊക്കെ explain ചെയ്തു. ഇനി next frequency sampling method use ചെയ്തിട്ട് how we are designing FIR filter അങ്ങനെ നോക്കാം. Okay. അപ്പോൾ frequency sampling method നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചാണ് frequency sampling HFZ, HFN, HFZ ഒക്കെ. ഓക്കെ എച്ച് എഫ് കെയും എച്ച് എഫ് എനും എച്ച് എഫ് കെയും എച്ച് എഫ് എനും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ പോകുന്നത്. സോ ലെറ്റ് എച്ച് എഫ് എൻ ഇസ് ദ ഫിൽട്ടർ കോഎഫിഷ്യൻ ഓഫ് എൻ എഫ് ഐ ആർ ഫിൽട്ടർ ആൻഡ് എച്ച് എഫ് കെ ഇസ് ദ ഡി എഫ് ടി ഓഫ് എച്ച് എഫ് എൻ. എച്ച് എഫ് ഒന്റെ ഡി എഫ് ടി ആണ് എച്ച് എഫ് കെ ആൻഡ് എച്ച് എഫ് എൻ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ കോഎഫിഷ്യൻ ഓർ ഐ ഡി എഫ് ടി. ദെൻ വി ഹാവ് എച്ച് എഫ് എൻ ഇസ് ഈക്വൽ ടു 1 by n sigma k equal to 0 to n minus 1 h of k e raised to j 2 pi by n into kn, where n is equal to 0, 1, 2, 3, etc. n minus 1, and h of k is equal to sigma k equal to 0 to n minus 1 h of n e raised minus j 2 pi by n into kn. It's already we discussed this k is equal to 0, 1, 2, 3, etc. n minus 1. Okay, the DFT samples x of k and FIR filter of an FIR filter can be regarded as samples of a filter Z transform evaluated a n point equally spaced around the unit circle. Okay, ഇപ്പോൾ ഫ്രീക്വൻസി സാമ്പിൾസ് എച്ച് എഫ് കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എച്ച് എഫ് കെനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ഫ്രീക്വൻസി സാമ്പിൾസ് എച്ച് എഫ് കെ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഈക്വൽ സ്പേസ്ഡ് യൂണിറ്റ് സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെ വെൻ ഇറ്റ്സ് റിഗാർഡഡ് ആസ് സെഡ് ട്രാൻസ്ഫോം. അതിന്റെ സെഡ് ട്രാൻസ്ഫോം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഫ്രീക്വൻസി ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് കെ എന്ന് പറഞ്ഞാൽ നമ്മളത് എച്ച് ഓഫ് കെയും സെഡ് ട്രാൻസ്ഫോം തമ്മിൽ റിലേഷൻ പഠിച്ചിരുന്നു. ഫ്രീക്വൻസി ട്രാൻസ്ഫോംസ് ഓഫ് ഡി എഫ് ടി ഓഫ് എച്ച് ഓഫ് കെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു യൂണിറ്റ് സർക്കിളിലോട്ട് മാറ്റാം വിത്ത് ഈക്വലി സ്പേസ്ഡ് യൂണിറ്റ് സർക്കിൾ. അതായത് യൂണിറ്റ് സർക്കിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ സെഡ് എന്നുള്ള രീതിയിൽ സെഡ് ദാറ്റ് ഇസ് ഇറേസ് ജെ 2 പൈ ബൈ എൻ കെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ഓഫ് സെഡ് കിട്ടും. ദാറ്റ് ഈസ് എച്ച് ഓഫ് കെ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് സെഡ് വെൻ എച്ച് ഓഫ് കെ ഇസ് റെപ്രസെന്റഡ് ഇൻ എ ഈക്വലി സ്പേസ്ഡ് യൂണിറ്റ് സർക്കിൾ. എച്ച് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് സെഡ് ആണ്. ഈ എച്ച് ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സർക്കിൾ ഈക്വലി സ്പേസ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എച്ച് ഓഫ് കെ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് സെഡ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് കെ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് സെഡ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ഇറേസ് ജെ 2 പൈ ബൈ എൻ ഇൻറ്റു കെ. ഈ ഒരു സെഡ് പറഞ്ഞാൽ ഇങ്ങനെ ഈക്വലി സ്പേസ് ആയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് സർക്കിളിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എച്ച് ഓഫ് കെ ഇസ് ഈക്വൽ ടു h of z. Okay. The transfer function h of z of an FIR filter with impulse response is given by. Okay, h of z ന്റെ impulse response തന്നാൽ, അതായത് h of n തന്നാൽ എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാം, ദാറ്റ് ഇസ് സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 h of n z raised to minus n. ഈ ഒരു h of n ലോട്ട് നമുക്ക് ഇത്, അതായത് സെഡിന് ഇൻസ്റ്റഡ് ഓഫ് സെഡ് നമ്മൾ ഇറേസ് ജെ 2 പൈ ബൈ എൻ ഇൻറ്റു കെ എന്ന് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് എച്ച് ഇറേസ് ജെ ഒമേഗ, ദാറ്റ് ഇസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ ബൈ എൻ ഇൻറ്റു കെ is equal to h of e raised to j 2 pi by n into k, and that is equal to h of k. So h of e raised to j omega, അതായത് z transform h of z എന്ന് പറഞ്ഞാൽ e raised j omega to replace ചെയ്താൽ that is h of e raised j omega, that is h of z, that is z e raised j 2 pi by n into k, omega is equal to 2 pi by n into k. Okay, equal to h e raised to h of z ന് പകരം എന്താ e raised to j 2 pi by n into kn which is equal to h of k. അതന്നെ പറഞ്ഞത് h of k is equal to h of z or h of e raised to j omega when z is equal to e raised j 2 pi by n into k or omega is equal to 2 pi by n into k. Okay, അപ്പോൾ അങ്ങനെയാണ് ആ രണ്ട് ടേംസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് എച്ച് എഫ് കെ ഇസ് ദ kth ഡി എഫ് ടി കോമ്പണന്റ് ഡിറ്റർമൈൻഡ് ബൈ ദ സാമ്പിൾ ദ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് എഫ് ഇറേസ് ചെയ്യുന്നത്. ഇറേസ് ടു ജെ ഒമേനെ സാമ്പിൾ ചെയ്തിട്ടുള്ള kth സാമ്പിൾ ആണ് എച്ച് എഫ് കെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ അപ്രോച്ചിനെ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു നോർമൽ ഡെഫിനിഷൻ ആണ്. ഈ എച്ച് എഫ് കെ ഈ സാമ്പിളിംഗ് മെത്തേഡിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് പറയാം. എച്ച് ഓഫ് കെ is equal to h of z when z is equal to e raised to j 2 pi by n into k, or h of k is equal to h of e raised to j omega. This z നെ e raised j omega to replace ചെയ്ത omega equal to 2 pi by n into k. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, then moving to the first question, determine the coefficient of a linear phase FIR filter of length n equal to 15 which has a symmetric unit sample response and a frequency response that satisfy the conditions. Okay, the coefficient of linear phase FIR filter ന്റെ coefficients നമുക്ക് കാണാനുള്ളത്, that is h of n. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് മെത്തേഡ് യൂസ് ചെയ്ത് FIR നെ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിന് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പുകൾ നോക്കാം. ഫിൽട്ടേഴ്സ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റെപ്പ് ടു ബി ഫോളോ, നമുക്ക് ഇത് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്ക് ചെയ്യേണ്ടത്.
ഓക്കെ, ഇതിങ്ങനെ തന്നിട്ടുണ്ട്. ഫോർ ക്വസ്റ്റ്യൻ h2 pi k by 15 is equal to ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, filter coefficient കാണാനാണ്. Determine the filter coefficient to satisfy the frequency response. Okay, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫിൽറ്റർ റെസ്പോൺസ് കാണാം. This is the condition, that is h of 2 pi k by 15, that is h of k 2 pi k by 15 is equal to 1 for k equal to 0 1 2 3. K ന്റെ വാല്യൂ 0 1 2 3 ആകുമ്പോൾ അതിന്റെ വാല്യൂ 1 and 0.4 for k equal to 4 and 0 for k equal to 5 6 7. ഓക്കെ, അപ്പോൾ ഓരോ വാല്യൂസിലുള്ളതാണ് പറയുന്നത്. n ഈക്വൽ ടു 15 ആണ്. n ഈക്വൽ ടു 15 ആണ്. സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും എഴുതാം. ബാക്കി സിമെട്രിക് ആയിട്ട് അപ്പുറത്ത് വരും അല്ലേ. അപ്പോൾ 0 മുതൽ 7 വരെ കൊടുക്കുള്ളൂ. ബാക്കി 8 9 to 14 വന്ന് അതിന്റെ സിമെട്രി ആയിരിക്കും. സോ ഇവിടെ പറയുന്നത് ഇതിന്റെ ഫിൽറ്റർ റെസ്പോൺസ് ആണ്. ഓക്കെ, ഫിൽറ്റർ ഡിസൈൻ, അത് ഫിൽറ്റർ കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു 4 സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ദേ ആർ: ഫസ്റ്റ്, ചൂസ് ദ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ്. നമ്മളൊരു ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് ചൂസ് ചെയ്യണം. അവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഫിഗർ നമ്മൾ വരയ്ക്കായിരുന്നു വിൻഡോ മെത്തേഡിൽ. ഇവിടെ ഒരു ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് ചൂസ് ചെയ്യണം. ദാറ്റ് ഈസ്, നമുക്ക് എച്ച് ഡി ഇറേസ് ജെ ഒമേഗ തന്നിട്ടുണ്ടാവും. എച്ച് ഡി ഇറേസ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു ഇറേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ എന്നുള്ള രീതിയിൽ ചെയ്യണം. So h t raised j omega is equal to e raised minus j alpha omega. Then we have alpha is equal to n minus 1 by 2. Okay, അങ്ങനെ ആദ്യം h d e raised j omega കാണുന്നു. That is e raised minus j alpha omega. അതായത് നമ്മുടെ റിക്വയർഡ് ഓർ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് കാണും. ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ h d e raised j omega at n points choosing omega is equal to 2 pi by k by k by n. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം, എച്ച് ഓഫ് കെ കാണണം. ഓക്കെ, ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi k by n. എച്ച് ഡി എഫ് ഇറേസ് ജെ ഒമേഗ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എച്ച് ഓഫ് കെ കാണണം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓർ എച്ച് ഓഫ് സെഡ്, ഓക്കെ, എച്ച് ഓഫ് എച്ച് ഡി ഇറേസ് ജെ ഒമേഗ ഓർ എച്ച് ഓഫ് സെഡ് കാണണം. ഓക്കെ, ദെൻ കമ്പ്യൂട്ട് എച്ച് ഓഫ് എൻ. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കണം. എച്ച് ഓഫ് സെഡ് കണ്ടുപിടിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കണം. സോ ആദ്യം ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഡി ഇറേസ് ജെ ഒമേഗ, ദെൻ എച്ച് ഓഫ് സെഡ് ഓർ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കുക. അപ്പോൾ എൻ ഓഡ് ആണെങ്കിൽ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 by n എച്ച് ഓഫ് 0 പ്ലസ് 2 ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to n minus 1 by 2 റിയൽ ഓഫ് എച്ച് ഓഫ് കെ ഇറേസ് ജെ 2 pi by n ഇൻറ്റു കെ എന്ന് വരും. n ഈവൺ ആണെങ്കിൽ n by 2 minus 1 വരും. ഈ ലിമിറ്റിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ, Now fourth step, taking the z transform of h of n using the equation. ഈ h of n ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതിന് മുമ്പത്തേന് എച്ച് എഫ് സെഡ് കിട്ടി. അതിന് നമുക്ക് എച്ച് എഫ് എൻ കാണണം. ഓക്കെ, സോറി, എച്ച് എഫ് സെഡ് എച്ച് എഫ് കെ കിട്ടും. അതിന് എച്ച് എഫ് എൻ കാണണം. എച്ച് എഫ് എൻ നമ്മൾ എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് എച്ച് എഫ് സെഡ് കാണണം. ഓക്കെ, സോ ദീസ് ആർ ദ 4 സ്റ്റെപ്പ് വി വാണ്ട് ടു ഫോളോ ഇൻ ദ വെൻ വി ആർ ഡൂയിങ് പ്രോബ്ലംസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഒരു ഐഡിയൽ റെസ്പോൺസ് കാണാം. ദാറ്റ് ഇസ് എച്ച് ഡി ഇറേസ് ജെ നമുക്ക് പകരം എന്ത് ആക്കണം, e raised to minus j alpha omega. So we have to find the value of alpha. So ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൽഫന്റെ വാല്യൂ കാണണം. സോ വി ഹാവ് n ഈക്വൽ ടു 15. സോ ആൽഫ ഇസ് ഈക്വൽ ടു 15 മൈനസ് 1 by 2, ദാറ്റ് ഈസ് 7. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ആൽഫന്റെ വാല്യൂ കണ്ടു. പിന്നെ നമുക്ക് കണ്ട് ഒമേഗന്റെ വാല്യൂ, ഒമേഗ ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് സ്റ്റെപ്പിൽ ആൽഫന്റെ വാല്യൂ കണ്ടു. ഒമേഗ എന്ന് പറഞ്ഞാൽ okay, choose the ideal frequency response with the sample n equal to 15. Okay, n equal to 15 ഉള്ള സാമ്പിളിന്റെ ഐഡിയൽ റെസ്പോൺസ് കാണാം. ഐഡിയൽ റെസ്പോൺസ് we have h d e raised j omega is equal to h d e raised to j omega is equal to e raised to minus j alpha omega ആണ്. സോ ആൽഫന്റെ വാല്യൂ 7 കിട്ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് e raised to minus j 7 omega. ഈ ആൽഫന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡിയൽ റെസ്പോൺസ് കാണാം. സെക്കൻഡ് സ്റ്റെപ്പ് എച്ച് എഫ് കെ കാണാം. തേർഡ് സ്റ്റെപ്പ് എച്ച് എഫ് എൻ കാണാം. ഫോർത്ത് സ്റ്റെപ്പ് എച്ച് എഫ് സെഡ് കാണാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് എച്ച് എഫ് കെ കാണണം. ഇത് തന്നിട്ടുണ്ട്. സോ എച്ച് എഫ് കെ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എച്ച് എഫ് കെ ഇസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എച്ച് എഫ് കെ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഇറേസ്ഡ് ജെ ഒമേഗ വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi by k ഇൻറ്റു കെ ബൈ എൻ. 2 pi k by n എന്നാണ് ഈ എച്ച് എഫ് കെന് കാണുന്നത്. സോ വി ഹാവ് വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് എഫ് കെന്റെ കൂടെ ഈ എച്ച് ഡി ഇറേസ് ജെ ഒമേഗ, നമുക്ക് എച്ച് ഡി ഇറേസ് ജെ ഒമേഗ തന്നിട്ടുണ്ടായിരുന്നു പ്രോബ്ലത്തിൽ. ദാറ്റ് ഈസ് 1.40, 1 0 1 2 3 തന്നിട്ടുള്ളത്. ഓക്കെ, സോ വി ഹാവ് 1 ഇൻറ്റു എച്ച് ഡി ഇറേസ് ജെ ഒമേഗ. സോ 1 ഇൻറ്റു ഈ ഒരു വാല്യൂ, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ കെ, ജനറൽ ഇക്വേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ 0.4 ആയിരുന്നു. 0.4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ കെ, നെക്സ്റ്റ് 0. ലിമിറ്റ് എഴുതി അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇ റേസ് ടു മൈനസ് ആൽഫക്ക് പകരം
ഓക്കെ, ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ കെ, ഈ ഒരു സംഭവം എഴുതുന്നുണ്ട്. ഇ റേസ് ടു മൈനസ് ജെ 7 ഒമേഗ, റേസ് മൈനസ് ജെ 7 ഒമേഗ കെ. ഓക്കെ, ഈ റേസ് 0.4 ഇൻറ്റു, ഇവിടെ 1 ആയിരുന്നു, 1 ഇൻറ്റു ഇവിടെ 0.4 ആയിരുന്നു, ഇവിടെ 0. സോ 0.4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 7 ജെ ഒമേഗ കെ, k equal to 0 and 0 for k equal to 567. ഓക്കെ, അതായത് ആൽഫന്റെ വാല്യൂ കണ്ടിട്ട് നമുക്ക് ഇ റേസ് മൈനസ് ജെ ആൽഫ ഒമേഗ പകരം ഇ റേസ് മൈനസ് ജെ 7 ഒമേഗ കിട്ടി. ഈ 7 ഒമേഗ എന്ത് ചെയ്യാം, ഈ ഒരു ടേമിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഇൻറ്റു ഇ റേസ് മൈനസ് ജെ 7 ഒമേഗ 1 തന്നെ വരും, പിന്നെ 0.4 ഇൻറ്റു അത്, പിന്നെ 0 ഇൻറ്റു ആയതുകൊണ്ട് ആ ഒരു ടേം 0 ആയിട്ട് വരും. ഓക്കെ, ഇത് കിട്ടി. ഇനി നമുക്ക് ഒമേഗന്റെ വാല്യൂ അറിയാം. ഒമേഗ ഇസ് ഈക്വൽ ടു 2π k by n, 2π k by n ആണ്. സോ ഇതിലോട്ട് ഒമേഗന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ മൈനസ് ജെ 7 ഇൻറ്റു ഒമേഗ 2π k by n. സോ 2π ഇൻറ്റു k by n ഈക്വൽ ടു 15 ആണ്, ബൈ 15 ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ 0.4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 7 ഇൻറ്റു 2π k by 15 ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, എച്ച് ഓഫ് കെ കിട്ടി. ദാറ്റ്സ് ഓൾ അബൌട്ട് എച്ച് ഓഫ് കെ. എച്ച് ഓഫ് കെ കിട്ടിയ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് എച്ച് ഓഫ് എൻ കാണാം. ഓക്കെ, അപ്പോൾ ഈ എൻ ഈക്വൽ ടു 15 ആയതുകൊണ്ട് ഓടാണ്. സോ n മൈനസ് 1/2 എന്നുള്ള ഇക്വേഷൻ എടുത്തു, ഓടിന്റെ ഇക്വേഷൻ എടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എന്നിന്റെ വാല്യൂ, ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ ലിമിറ്റ് കൊടുക്കാം. സോ n ഈക്വൽ ടു 15 ആയതുകൊണ്ട് ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ, n ഈക്വൽ ടു 15. സോ 1/15 h of 0 2 into sigma k equal to 1 to n minus 1/2. Here n equal to 15, so 15 minus 1/2 is 7. So sigma k equal to 1 to 7, real of this, that is x of k into e raised to 2pi nk by 15. ക്യാപിറ്റൽ n വാല്യൂ കൊടുത്തു ഫസ്റ്റ് സ്റ്റെപ്പിൽ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ ഈ എച്ച് ഓഫ് കെ എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ഇവിടെ കിട്ടിയ എച്ച് ഓഫ് കെ. ഓക്കെ, ഈ ഒരു എച്ച് ഓഫ് കെ ഇങ്ങനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ മൂന്നാമത്തെ ടേം 0 ആയതുകൊണ്ട് എച്ച് ഓഫ് കെനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേം ഇത് വരും. ഓക്കെ, സെക്കൻഡ് ടേം ഈ 0.4 മൾട്ടിപ്ലൈ ചെയ്യുന്ന വരും. ഓക്കെ, സോ എച്ച് ഓഫ് കെന്റെ വാല്യൂ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ 1/50 എച്ച് ഓഫ് 0 2 ഇൻറ്റു സിഗ്മ 1 ഈക്വൽ ടു, ഈ ടേം വരുന്ന എങ്ങനെ 1 to 7 ആണ്. 1 to 7 0 to 1 2 3 ഈ വാല്യൂ വരുന്നത്. സോ എച്ച് ഓഫ് 0നെ നമ്മൾ സെപ്പറേറ്റ് കാണുന്നുണ്ട്. സോ നോ നീഡ് ഓഫ് ടേക്കിംഗ് 0. ഓക്കെ, എച്ച് ഓഫ് 0 പ്ലസ് സിഗ്മ 1 ഈക്വൽ ടു ആണ്. സോ 1 മുതൽ കണ്ടാൽ മതി. സോ 1 to 3 ആണ് ഈ ഒരു വാല്യൂ, ആൻഡ് ഫോർ k ഈക്വൽ ടു 4 ആണ് ഈ വാല്യൂ. ഓക്കെ, ഓക്കെ, ഈ ഒരു വാല്യൂ k ഈക്വൽ ടു 4 ആണ് ഈ ഒരു വാല്യൂ, ആൻഡ് 1 2 3 ഈ വാല്യൂ. 0ന്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് എച്ച് ഓഫ് 0 എന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ എച്ച് ഓഫ് 0 പ്ലസ് 2 ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to 3. 1 to 3 ഈ ഒരു വാല്യൂ റിയൽ ഓഫ് എച്ച് ഓഫ് k ഇൻറ്റു ഇ റേസ് ടു ജെ ഓക്കെ, എച്ച് ഓഫ് കെ ഇ റേസ് ടു ജെ 2π n k. സോ ഇതിനെ ഈ ലിമിറ്റിന് മാത്രം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. സോ പ്ലസ് 2 റിയൽ ഓഫ് എച്ച് ഓഫ് കെ ഈക്വൽ ടു 4 ആണ്. രണ്ടാമത്തേൽ k ഈക്വൽ ടു 4 ആണ് അല്ലേ. 4 വരുമ്പോൾ മാത്രമാണ് സെക്കൻഡ് 0.4 ഇൻറ്റു എന്നുള്ള ടേം വരുന്നത്. സോ എച്ച് ഓഫ് 4 ഇൻറ്റു ഇ റേസ് ജെ k ഈക്വൽ ടു 4 കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലാണ് ഞാൻ ഇതിന് അതായത് ഈ ഒരു വാല്യൂ എച്ച് ഓഫ് കെന്റെ വാല്യൂ കൊടുക്കുന്നത്. എച്ച് ഓഫ് കെ ഈ ടേമിൽ എന്തായിരിക്കും, that is 2 1 to 3 real of h of k e raised minus j 7 into 2pi k by 15 into e raised j 2pi n k by 15 plus 2 into real of ഇവിടെയുള്ള h of k ആണ് 0.4 into e raised to minus ആ term into e raised to j 2pi n 4 by 18. Okay, ഇനി ഈ രണ്ട് ടേമിൽ നിന്നും ഞാൻ ഈ ടേമിൽ നിന്ന് ഇ റേസ് ടു ജെ 2π k, ഇവിടെ രണ്ടും സെയിം ആണ്, അത് ഞാൻ പുറത്തെടുക്കാം. സോ 1/15 ആൻഡ് ആൾസോ എച്ച് ഓഫ് 0ന്റെ വാല്യൂ ഇവിടെ k ഈക്വൽ ടു 0. ഈ ടേമിൽ 0 വരുന്നത് ഈ ഇക്വേഷനിലാണ് അല്ലേ, 0 വരുന്ന ഈ ഇക്വേഷനിലാണ്. സോ ഇവിടെ kക്ക് ഞാൻ 0 കൊടുത്തു. സോ ഇ റേസ് ടു 0 വി ഗെറ്റ് 1. ഓക്കെ, സോ വി ഗെറ്റ് എച്ച് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. സോ 1 പ്ലസ് 2 ഇൻറ്റു k ഈക്വൽ ടു 1 to 3 റിയൽ ഓഫ് ഈ ഒരു ടേമിൽ ഇ റേസ് ടു j 2pi n പുറത്തെടുത്തു. സോ വി ഗെറ്റ് ഇ റേസ് ടു j 2pi k by 15, ഇ റേസ് ടു j 2pi k by 15. സോ ഇവിടെ ഒരു എക്സ്ട്രാ n ഉണ്ടാവും. സോ n ഇവിടെ ഇ റേസ് ടു j 2pi k by 15 ഇവിടെ ഒരു -7 ഉണ്ടാവും. സോ n minus 7 പ്ലസ് 2 ഇൻറ്റു റിയൽ ഓഫ് 0.4 ഇൻറ്റു ഇത് ഇവിടെ അതുപോലെ ഇ റേസ് ടു j 2pi ഇ റേസ് ടു j 2pi ഇൻറ്റു 4
എടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ കേക്ക് 4 ഇട്ട് കൊടുത്തിരുന്നു, എച്ച് ഓഫ് 4. അതായത് എച്ച് ഓഫ് 4ന്റെ ഇവിടെ എച്ച് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഹിയർ ഇസ് മൈനസ് ജെ 7 ഇൻറ്റു 2 പൈ ഇൻറ്റു 15 ഇൻറ്റു കെ ആണ്. ഹിയർ ഓൾസോ ദർ ഇസ് 4. സോ ആ ഒരു വാല്യൂ നമ്മൾ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 4 ഇൻറ്റു 2, ഇവിടെ 8 ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ 4 ഇൻറ്റു 2, 4 into 2, 8 ഉണ്ട്. So we can take e raised to j 8 pi by 15 പുറത്തെടുത്തു. So 0.4 into e raised to j 8 pi by 15 പുറത്തെടുത്ത് ഇവിടെ n ഉണ്ടാവും, അതുപോലെ ഇവിടെ -7 ഉണ്ടാവും. So n minus 7. അപ്പോൾ ഇത്രയും കിട്ടി. Then next 1 by 15 into 1 plus 2 into sigma n k equal to 1 to 3 real of e raised to j theta. What is e raised to j theta? That is cos theta plus j sin theta. E raised to minus j theta na cos theta minus j sin theta. Okay, അപ്പോൾ e raised to j into this is theta. E raised to j theta എന്നുള്ള ഫോമാണ്. So we have e raised to j theta is equal to cos theta plus j sin theta. പക്ഷെ ഇവിടെ റിയൽ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ നമുക്ക് റിമൂവ് ചെയ്യാം. അതിന്റെ റിയൽ പാർട്ട് മാത്രം എടുക്കാം. സോ വി ഗെറ്റ് 1 by 15 1 plus 2 into sigma k equal to 1 to 3 cos theta, that is cos 2 pi k by 15 n minus 7 plus ഇവിടെയും സെയിം, that is 2 into 0.4 we get 0.8 cos 8 pi by 15 into n minus 7. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, then next h of n is equal to 1 by 15 1 plus ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. അതായത് k equal to 1, k equal to 2, k equal to 3 അങ്ങനെ 3 വാല്യൂസ് കൊടുക്കാം. സോ 1 plus 2 into k equal to cos 2 pi n minus 7 by 15 plus 2 cos 2 into k equal to 2. So 2 into 2 4 pi n minus 7 by 15. When n equal to 3 we have cos 2 into 3 6 pi by 15 into n minus 7. Okay, then last 0.8 cos n minus 7 by 15. Okay, so this is h of n. എച്ച് എഫ് എൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇത്രയാണ് നമുക്ക് എച്ച് എഫ് എൻ്റെ വാല്യൂ. ഇനി എച്ച് എഫ് എൻ്റെ വാല്യൂവിൽ നമുക്ക് എച്ച് എഫ് n takes values from 0 to n minus 1 അല്ലേ, n 0 to n minus 1 വരെ വാല്യൂസ് എടുക്കും. സോ വി ഹാവ് n equal to 0 to n minus 1 0 to 15 അല്ല 0 to 14, n equal to 15 ആയതും 0 to 14 വാല്യൂസ്. അപ്പോൾ ബൈ യൂസിങ് സിമെട്രിക് കണ്ടീഷൻ എച്ച് ഓഫ് n is equal to h of n minus 1 minus n ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ സിമെട്രി ആണ്. 7 വരെയുള്ള പോയിന്റ്സ് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള പോയിന്റ്സ് സിമെട്രി ആണ്. അതുപോലെ തന്നെയാണ് അറ്റ് n മൈനസ് 1 by 2 ഇവിടെ സിമെട്രിക് ആയിട്ടുള്ളത്. n മൈനസ് 1 by 2 7 ഇവിടെ സിമെട്രി ആയിട്ടുള്ളത്. ദെൻ ഇതിലോട്ട് നമുക്ക് എച്ച് എഫ് 0, എച്ച് എഫ് 1, എച്ച് എഫ് 2 അപ് ടു എച്ച് എഫ് 14 വരെ കാണണം. ഓക്കെ, ഇവിടുന്ന് n equal to 0 മുതൽ n equal to 14 വരെ. സോ എച്ച് എഫ് 0 to എച്ച് എഫ് 14 വരെ കാണണം. സോ വെൻ n equal to 0 അപ്പോൾ ഈ ടേം എന്തായിരിക്കും? സോ 1 by 15 into 1 plus 2 cos 2 pi into n 0 ആയി. So 2 cos 2 pi into minus 7 by 15 plus 2 cos 4 pi into minus 7 by 15 plus 2 cos 6 pi into minus 7 by 15 plus 0.8 cos 8 pi by 15 into minus 7. അപ്പോൾ എല്ലായിടത്തും ആ n equal to 0 കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? എല്ലായിടത്തും n minus 7 എന്നുള്ളിടത്ത് minus 7 കിട്ടും. സോ നമ്മൾ ഇതിലോട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ വി ഗെറ്റ് എച്ച് ഓഫ് 0 is equal to minus 0.0141 കിട്ടും. Okay, minus 0.0141. Then next when n equal to 1 ആവുമ്പോൾ സെയിം കേസ് n equal to 1. So n minus 7 എന്നുള്ളത് 1 minus 7 ആവും. So 1 minus 7 is 6. So ഈ minus 7 is replaced by minus 6. Okay, അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും minus 6 വരും. n minus 7 എന്നുള്ളത് 1 minus 7 ആവും. So that is minus 6. So we get h of 1 is equal to minus 0.0019. Okay, then for n equal to 2, h of 2 is equal to 1 by 15 1 plus 2 cos n minus 7, that is 2 minus 7, that is minus 5. So ഇവിടെ full എല്ലാം minus 6 replace ചെയ്ത് minus 5 ആവും. Okay, for n equal to 2 and h of 2 is equal to 0.04 കിട്ടും. Okay, values ഒക്കെ substitute ചെയ്താൽ. Then for n equal to 3, then h of 3 is equal to n minus, അതായത് 3 minus 7 കിട്ടും, that is minus 4. So we get minus 4 here in all places, minus 4. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ h of 3 is equal to 0.0122 എന്ന് കിട്ടും. Then h of 4 is equal to, we get 4 minus 7. 4 minus 7 is minus 3. So this minus 4 is replaced by minus 3.
ആ ഒരു ചേഞ്ചസേ വരുന്നുള്ളൂ. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് ഫോറിന്റെ വാല്യൂ -0.091 എന്ന് കിട്ടും. ഓക്കെ, ദെൻ വി ഹാവ് എച്ച് ഓഫ് 5. എച്ച് ഓഫ് 5 എന്ന് പറയുമ്പോൾ 1/15 1 + 2 cos 5 - 7 that is -2. So here we get -2 and the result will be -0.0181. Okay, then next we have to find h of 6, that is 1/15 1 + 2 cos 2π/15 that is 6 - 7, that's we get -1. So we are writing -1 here. Okay, and the final answer is h of 6 is equal to 0.3130. Okay, and h of 7 we get 7 - 7, that is we get 0. That is 1 + 2 cos 2π/15 into 0. So this term will be 0. So cos 0 will be 1. So 1 + 2 plus this term also will be 0. So cos 0 1 + 2 plus 2 plus 0.8. ആ ഒരു രീതിയിലാണ് വരിക. സോ എച്ച് ഓഫ് 7 വി ഗെറ്റ് 0.52. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് /15 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.52 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 0 മുതൽ 7 വരെ കണ്ടു. അപ്പോൾ n-1/2 നമ്മൾ സിമെട്രി എന്ന് പറഞ്ഞത്. സോ 7 സിമെട്രി. ഇനി 7 അങ്ങോട്ട് പോകുമ്പോൾ സെയിം റിപ്പീറ്റ് ചെയ്യണം. സോ അത് കാണാനുള്ള നമുക്ക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമെട്രിക് ആണെങ്കിൽ h is equal to capital N - 1 - n. ആന്റിസിമെട്രിക് ആണെങ്കിൽ -h of n - n-1 - n ആണ്. ഇവിടെ സിമെട്രിക് ആയതുകൊണ്ട് we have h of capital N-1 minus small letter n. So h of 7 വരെ കണ്ടു. Then we have to find h of 8 is equal to h of, here capital N is 15. 15 - 1 - 8, that is h of 6. So h of 8 is equal to h of 6. h of 6 the same value already. H of 6 we get 0.3130. Okay, 0.3130. Then h of 9 is equal to h of 15 - 1 - 9, that is h of 5. Then we have written the value of 5, that is -0.0181. Then h of 10 is equal to h of 15 - 1 - 10, that is h of 4. We have -0.0914. Then h of 11 is equal to h of 15 - 1 - 11, that is h of 3. Then we have 0.0122. Then h of 12 is equal to h of 15 - 1 - 12, that is h of 2, that is equal to 0.04. And we have finally we have h of h of 14 variant. H of 13 is equal to h of 15 - 1 - 13, that is h of 1, and we have -0.0019, and h of 14 is equal to h of 15 - 1, that is 14 - 14, that is 0, that is h of 0, that is equal to -0.0141. ഓക്കെ, അപ്പോൾ നമുക്ക് 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് കിട്ടി. അപ്പോൾ എച്ച് ഓഫ് എന്നും അതുപോലെ തന്നെ എച്ച് ഓഫ് എന്നിന്റെ n = 0 to n-1, അതായത് 0 to 14 വരെയുള്ള വാല്യൂസ് കിട്ടി. ദെൻ വി ആർ മൂവിങ് ടു ദ ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്തായിരുന്നു? എച്ച് ഓഫ് സെഡ് കാണണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിന്റെ impulse response, അതായത് ഐഡിയൽ ഇംപൾസ് റെസ്പോൺസ് h e raised j omega, h t e raised j omega is equal to e raised to -j alpha omega കണ്ടു. Then next we find h of k, then next we find h of n, then next we have to find h of z. h of z കാണാനുള്ള equation we have n = 0 to n-1, h of n into z raised to -n. Okay, സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ n-1 എന്ന് പറയുമ്പോൾ ഇവിടെ 14 വരും. സോ h of z is equal to n = 0 to 14, h of n into z - n. ഇനി ഈ ഒരു എന്നിലോട്ട് ഈ ഒരു വാല്യൂസ് കൊടുക്കാം. സോ വി ഹാവ് വെൻ n = 0, this is h of 0, z raised to 0 is 1, so h of 0, plus when n = 1, h of 1 z inverse, n = 2, h of 2 z - 2, h of 3 z - 3, h of 4 z - 4, and for n = 5, h of 5 z - 5, h of 6 z - 6, then h of 7 z - 7, and h of 8 z - 8. Then for n = 9 we get h of 9 z - 9, and for 10 n = 10, h of 10 z - 10, h of 11 z - 11, and finally we have h of 14 z - 14. അങ്ങനെ നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ഫോമാണിത്. ഓക്കെ, ഫ്രം ദിസ് വി നോ ദാറ്റ് h of 0 is equal to എത്ര പറഞ്ഞ h of 0 is equal to h of 14, h of 1 is equal to h of 13. അപ്പോൾ ഇങ്ങനെ എടുക്കാം, that is h of 0 is equal to h of 14, right? h of 1 is equal to h of 13, h of 2 is equal to h of 12, h of 3 is equal to h of 11, h of 4 അങ്ങനെ അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ h of 0 ഇവിടുന്ന് നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. സോ h of 0 പുറത്തെടുത്ത് ഇവിടെ 1 ഉണ്ടാവും. 1 പ്ലസ് ഇവിടുന്ന് h of 14 is equal to h of 0, so 1 plus z minus 14 plus h of 1 പുറത്തെടുത്ത z minus 13 plus h of 2 പുറത്തെടുത്ത z minus 2, z minus 12,
എച്ച് ഓഫ് 3നെ പുറത്ത് z മൈനസ് 3 പ്ലസ് z മൈനസ് 10 അങ്ങനെ നമ്മൾ കോമൺ ആയിട്ടുള്ളതൊക്കെ പുറത്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ എച്ച് എഫ് സെഡിന്റെ വാല്യൂ കിട്ടും. സോ എച്ച് എഫ് സെഡ് ഇസ് ഈക്വൽ ടു ഹിയർ എച്ച് എഫ് 0 വി ഹാവ് മൈനസ് 0.0141 ഇൻറ്റു 1 പ്ലസ് സെഡ് മൈനസ് 12 സോറി മൈനസ് 14. എച്ച് എഫ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 0.001 ആണ്. സോ വി ഗെറ്റ് മൈനസ് 0.0019 സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് മൈനസ് 13 പ്ലസ് 0.04 സെഡ് മൈനസ് 2 പ്ലസ് സെഡ് minus 12 plus 0.0122 into z minus 3 plus z minus 1 minus 0.0914 into z minus 4 plus z minus 10 minus 0.0181 that is h of 5 or h of 5 ആണ് വരുന്നത്. So h of 5 into z minus 5 plus z minus 10 then h of 6 that is 0.3130 is z minus 6 plus z minus 8 then last h of 7 we have 0.52 into z raised to minus 7. Okay, so this is the final answer, h of z. Okay, thank you. That's all about today's class. Have a nice day.